2007 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്ലാനിംഗ് കമ്മീഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ വോളണ്ടറി ആക്ഷൻ സെൽ എന്ന് പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ്റെ അകത്തുള്ള ആ സെല്ല് 2007 ഇപ്പം നീതി ആയോഗാണ്, ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല, ഒരു ഓർഡർ പുറത്തു കൊണ്ടുവന്നു. നാഷണൽ പോളിസി ഓൺ ദ വോളണ്ടറി സെക്ടർ 2007. അതിനകത്ത് നിരവധി കാര്യങ്ങൾ പറയുന്നു. വോളണ്ടറി ആക്ഷനെ സംബന്ധിച്ചും അതൊരു വോളണ്ടറി NGO പോളിസിയെ സംബന്ധിച്ചും അതിനകത്ത് പറയുന്നുണ്ട്. ആ പോളിസി അനുസരിച്ച് എന്താണ് ഈ പിന്നെ വോളണ്ടറി ഓർഗനൈസേഷൻസിന് പ്രവർത്തിക്കാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കണം, അത് എഫക്റ്റീവായി പ്രവർത്തിപ്പിക്കണം. അതുപോലെ തന്നെ അവരുടെ ആട്ടോണമി സേഫ് ഗാർഡ് ചെയ്യണം. പിന്നെ അവർക്ക് ആനുവലായിട്ടുള്ള അവരെ എൻഗേജ് ചെയ്യിച്ചുകൊണ്ട് മൊബിലൈസ് ചെയ്യാനുള്ള ഫണ്ട് അവർക്ക് മൊബിലൈസ് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. ടു എനേബിൾ വോളണ്ടറി ഓർഗനൈസേഷൻസ് ലെജിറ്റിമസ്ലി മൊബിലൈസ് നെസസറി ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം റിസോഴ്സസ് ഫ്രം ഇന്ത്യ ആൻഡ് എബ്രോഡ്. അതുപോലെ തന്നെ അവർക്ക് പിന്നെ വോളണ്ടറി ഓർഗനൈസേഷൻസിനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും അക്കൗണ്ടബിൾ ആയിട്ടും വർക്ക് ചെയ്യാനുള്ള സംവിധാനം, ഗവൺമെൻറ് സംവിധാനവുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് വോളണ്ടറി ഓർഗനൈസേഷനെ, വോളണ്ടറി സെക്ടറിനെ എനേബിൾ ചെയ്യുന്ന നിരവധി നിയമങ്ങളടങ്ങിയ അല്ലെങ്കിൽ ചട്ടങ്ങളടങ്ങിയ ഒരു 2007 ഒരു ഉത്തരവ് പുറത്തു വന്നിരുന്നു, ഒരു പോളിസി പുറത്തു വന്നിരുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, അത് സാമൂഹ്യ നീതി വകുപ്പ് പ്രപ്പോസൽ ഫോർ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ ഫോർ അക്രഡിഷൻ ഓഫ് NGOസിനെ അക്രഡിറ്റ് ചെയ്യാനുള്ള, അതായത് NGOസിനെ അന്ന് അംഗീകരിക്കാനുള്ള അല്ലെങ്കിൽ അംഗീകൃത NGO എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സോഷ്യൽ ജസ്റ്റിസ് വകുപ്പും ഇതിനകത്ത്, ഗവൺമെൻറ് ഓഫ് കേരളയുടെ സോഷ്യൽ ജസ്റ്റിസ് വകുപ്പും ഇതിനകത്ത് ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ NGOs രജിസ്റ്റർ ചെയ്യണം. അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അക്രഡിഷൻ കൊടുക്കും, ഗ്രേഡൊക്കെ കൊടുക്കും. അങ്ങനെയുള്ള സംവിധാനമൊക്കെ വന്നു. ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു ഗൈഡ് ലൈൻ, അതും ഒരു വലിയ ഗൈഡ് ലൈനാണ്, 1066 പേജുള്ള വലിയ ഗൈഡ് ലൈൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം വന്ന സമയത്താണ്, ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ FCRA ബന്ധപ്പെടുത്തി വലിയ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. FCRA എന്ന് പറഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്നുള്ളതാണ്. 77 ഇത് നിയമം വന്നത്. അതാദ്യം നിയമം വന്നു. കാരണം വിദേശത്ത് കൊണ്ടുവരുന്ന പണം ദുരുപയോഗം ചെയ്യുന്നതായി വ്യാപകമായി ചില പരാതികൾ കിട്ടി. അപ്പം നിയന്ത്രണമില്ലാതെ പണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വകമാറ്റി ചിലവഴിക്കാം, ആവശ്യമില്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ കെട്ടിപ്പൊക്കാം, യാതൊരു ബന്ധവുമില്ലാത്ത കെട്ടിടങ്ങൾ അതിൻ്റെ പേരിൽ പണിയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാൽ പ്രാക്ടീസ് ഒരുപാട് നടക്കും. ഈ നിയന്ത്രണമില്ലാതെ ഫണ്ട് ഒരാളിൻ്റെ കിട്ടിയാൽ പിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമല്ലോ. പക്ഷെ അതുകൊണ്ടാണ് റെഗുലേഷൻ വന്നത്. പിന്നെ അതിനിടയിൽ കൂടെ തന്നെ ചില സംഘടനകളെങ്കിലും ഇത് മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽ വന്നു. ചിലരാണെങ്കിൽ ഇത് പാവപ്പെട്ട ആളുകളുടെ പേരിൽ ചൂഷണത്തിന് ഉപയോഗിച്ചു, ചിലർ തീവ്രവാദത്തിന് ഉപയോഗിച്ചു, പല പല കുഴപ്പങ്ങളും വന്നു. അങ്ങനെ 2000 കടന്നു വരുമ്പോൾ നമ്മൾ ഇപ്പോൾ വന്ന റെഗുലേഷന് മുമ്പും ചില റെഗുലേഷൻസ് വന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ കടുപ്പിച്ചിട്ടുള്ള ഒരു റെഗുലേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നാണ് KCBCയുടെയും അതുപോലെ തന്നെ കത്തോലിക്ക വിഭാഗത്തിൻ്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ ആശങ്കയായി പുറത്തു വന്നിട്ടുള്ളത്. ഈ ആശങ്കകൾ പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം പറയുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നിയമം വരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ചട്ടം വരുമ്പോൾ, റൂൾ വരുമ്പോൾ ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. റൗണ്ട് ദ ടേബിൾ ആണ് അത് നോക്കേണ്ടത്. അമിത്ഷായെ കാണാനായിട്ട് ഇവിടെ നിന്ന് സമയം എന്തോ ചോദിച്ചപ്പോൾ ഇതിനു വേണ്ടി സമയം ചോദിക്കേണ്ട എന്നൊരു നിലപാട് വന്നതായും കേൾക്കുന്നു. അതിൻ്റെ ആധികാരികത നമുക്കറിയില്ല. പക്ഷേ ഇതിനു വേണ്ടിയിട്ടാണോ ചോദിച്ചതെന്നറിയില്ല. എന്തായാലും ഇതുമായി FCRA ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സമയം ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ആഭ്യന്തര വകുപ്പിനും വിദേശകാര്യ വകുപ്പിനും ഇതിനകത്ത് വലിയ റോളുണ്ട്. ആഭ്യന്തര വകുപ്പാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. രാജ്യസുരക്ഷയ്ക്കും തീർച്ചയായിട്ടും മതതീവ്രവാദത്തിന് വേണ്ടിയിട്ടും രാജ്യസുരക്ഷയ്ക്കെതിരെ ആൻറ്റി നാഷണലായി പണം ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് പിടിക്കണം. മത പരിവർത്തനത്തിന് വേണ്ടി ഈ പണം ഉപയോഗിക്കുകയാണെങ്കിൽ അത് പിടിക്കണം. കാരണം ഈ പണം വരുന്നത് അല്ലെങ്കിൽ തരുന്നത് അല്ലെങ്കിൽ വാങ്ങുന്നത് ഡെവലപ്മെൻ്റൽ ആൻഡ് ചാരിറ്റി ആക്ടിവിറ്റീസിന് മാത്രമാണ്. ഒന്നുകിൽ വികസന പ്രവർത്തനം അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ആ പണമെടുത്ത് മറ്റ് ആക്ടിവിറ്റി ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് പിടിക്കപ്പെടണം. പക്ഷേ അതിൻ്റെ പേരിൽ എലിയെ പിടിക്കാൻ എല്ലാം ചൂടുന്ന രീതിയിലുള്ള ഒരുപാട് പുതിയ നിയമങ്ങൾ വരുന്നു എന്നതാണ് എല്ലാവരുടെയും ഒരാശങ്ക. അത് ഇപ്പോൾ ക്രിസ്ത്യൻ ഓർഗനൈസേഷനും മുസ്ലിം ഓർഗനൈസേഷനാണ് ഇതിനകത്ത് കൂടുതൽ ആശങ്ക പറഞ്ഞിരിക്കുന്നത്. അതിനകത്തൊരു 100% അല്ലെങ്കിൽ ഒരു 90% ആശങ്ക പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ആണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ്, KCBCയും പിന്നെ ഈ കത്തോലിക്ക സഭയും അങ്ങനെയുള്ളവരാണ് കൂടുതൽ ആശങ്ക പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തുള്ള ചില ലൂപ്പ് ഹോൾസ് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉള്ളത്, ഒന്ന്, സന്നദ്ധ സംഘടന ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് NGO രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഓപ്പറേഷണൽ ഏരിയ പറയും. ഡിസ്ട്രിക്റ്റ് ആണോ, സ്റ്റേറ്റ് ആണോ, നാഷണൽ ആണോ എന്നൊക്കെ പറയും. അത് അംഗീകരിച്ചിട്ടാണ് അവർക്ക്
കിട്ടുന്നത്. അതിന് പുറമെ വീണ്ടും FCRAയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു നിയമം വീണ്ടും പറയണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. രണ്ടാമത് ഒരു ഡിസ്ട്രിക്റ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് കൃത്യമായി ഡിസ്ട്രിക്റ്റിൻ്റെ ബോർഡർ വിട്ട് 1 മില്ലിമീറ്റർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് എന്ന് പറയുന്നതൊക്കെ ഒരു അപ്രായോഗികത ഉണ്ട്. അതുപോലെ അംബർല ഓർഗനൈസേഷൻ എന്ന അല്ലെങ്കിൽ കൺസോർഷ്യമായിട്ട് ഒരു വലിയ ഓർഗനൈസേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു NGO ഉണ്ടെന്ന് വിചാരിക്കുക. അവർക്ക് എല്ലാ സ്റ്റേറ്റിലും അല്ലെങ്കിൽ പല സ്റ്റേറ്റുകളിലും അവർക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കരുതുക. നമ്മളൊരു സാങ്കല്പികമാണ് പറയുന്നത്. അങ്ങനെ ഉണ്ട്. ഇപ്പോൾ കിർത്താഡ്സ് നമ്മുടെ ഇവരുടെ കാരിത്താസ് ഇന്ത്യ പോലുള്ള ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ട്. വലിയ ഓർഗനൈസേഷനാണ്. അപ്പോൾ അവർക്ക് രാജ്യം മുഴുവൻ പരിപാടി കാണും. അവരെ പോലുള്ള ഓർഗനൈസേഷനുകൾ അല്ലെങ്കിൽ ചില ഓർഗനൈസേഷൻ ഇപ്പോൾ ഏതെങ്കിലും നോൺ സെക്കുലർ ആയിക്കോട്ടെ, സെക്കുലർ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് പണം അവർക്ക് ഒരുപാട് പൈസ കിട്ടിയാൽ, വലിയ പ്രോജക്റ്റിന് കിട്ടിയാൽ അത് സബ്നെറ്റ് ചെയ്യാൻ പറ്റില്ല, കൊച്ചു കൊച്ചു സംഘടനകൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നൊരു ആക്ഷേപം വരുന്നു. പക്ഷേ അതിലൊരു അപ്രായോഗികത ഇല്ലേ? കൊച്ചു കൊച്ചു സംഘടനകൾക്ക് കൊടുക്കണ്ടേ? അങ്ങനെ കൊച്ചു കൊച്ചു സംഘടനകൾക്ക് കൂടി പണം കൊടുത്ത് അവരെയും കൂടി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുമ്പോഴല്ലേ ഇതൊരു സെക്ടറായി വളർന്നു വരികയുള്ളൂ, അവരെ സപ്പോർട്ടിംഗ് സെക്ടറായിട്ട് വരികയുള്ളൂ. ഡെവലപ്മെൻറ്റൽ സെക്ടറിൽ തീർച്ചയായിട്ടും സന്നദ്ധ സംഘടനയെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകേണ്ടതാണ് പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യം. പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം, ദുരന്തങ്ങൾ, ഒരുപാട് വരൾച്ച, വെള്ളപ്പൊക്കം, ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ്. അപ്പോൾ സർക്കാർ സംവിധാനത്തിന് മാത്രമായി പോകുന്നതിന് വോളണ്ടറി ആക്ഷൻ എന്ന് പറയുന്നതും പീപ്പിൾസ് ആക്ഷൻ എന്ന് പറയുന്നതും വലിയൊരു കമ്പോണൻ്റാണ്. അപ്പോൾ അതിന് ഡെവലപ്മെൻറ്റിൽ ഇവരെ കൂടെ കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ വരുന്ന ചില കുരുക്കുകളെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ കൺസോർഷ്യത്തിൻ്റെ അല്ലെങ്കിൽ അംബർല ഓർഗനൈസേഷന് പണം വാങ്ങിയാൽ അവർക്ക് മാത്രമായി ചിലവാക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് ചിലവാക്കാൻ പറ്റില്ല, മറ്റവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ചില നിയമപ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചില മാതാമൃതായി മഠം, സായിഗ്രാം, അതുപോലെ തന്നെ സത്യസായി ബാബയുടെ ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ പതഞ്ജലി സ്വാമിയുടെ ഈ പ്രോജക്റ്റുകൾ, അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ, വല്ല ഹിന്ദു ഓർഗനൈസേഷൻസ് ഒരുപാട് പണം, ഈശ ഫൗണ്ടേഷൻ കോയമ്പത്തൂരൊക്കെ പൈസ മേടിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പരാതി ഇല്ലല്ലോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഇതിനകത്ത് വേറൊരു ഹിച്ച് കിടക്കുന്നത്, ഒരു സന്നദ്ധ സംഘടന മതതീവ്രവാദമോ മതപരിവർത്തനമോ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് തോന്നിയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസൊക്കെ തോന്നിയാലോ, എന്തെങ്കിലുമൊക്കെ പിടിച്ചാൽ അല്ലെങ്കിൽ പരാതികൾ വന്നാൽ അതിനെ ലിക്വിഡേറ്റ് ചെയ്യാനും അത് മറ്റ് സംഘടനകളിലേക്ക് അമാൽഗമേറ്റ് ചെയ്യാനും, ഒരെണ്ണം ലിക്വിഡേറ്റ് ചെയ്യുന്നു, ഇല്ലാതാക്കുന്നു, അതിൻ്റെ അസറ്റ് എല്ലാം കൂടി മറ്റൊരു നന്നായി പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംഘടനയിലേക്ക് അമാൽഗമേറ്റ് ചെയ്യാനും സാധിക്കും. ഇവിടെയൊക്കെ വ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഉദ്യോഗസ്ഥരും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും കൂടെ വിചാരിച്ചാൽ ഒരു സംഘടനയെ തകർക്കാം, ആ സംഘടനയുടെ അസറ്റും മറ്റു കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഏതെങ്കിലും സംഘടന FCRAക്കാർ പൈസ വാങ്ങിച്ചിട്ടുള്ളത് ഒരു 10 ലക്ഷം രൂപ FCRA ഫണ്ട് കിട്ടിയെന്ന് വിചാരിക്കുക ഒരു സംഘടനയ്ക്ക്. അവർ അതിൽ നിന്നൊരു 5 ലക്ഷം രൂപ എടുത്തൊരു ബിൽഡിംഗ് വെക്കാൻ പോയി. ആ ബിൽഡിങ്ങിന് 25 ലക്ഷം രൂപയുടെ ബിൽഡിംഗാണ്. പക്ഷേ 20 ലക്ഷം രൂപ പുറത്തുനിന്ന് അവർ ജനങ്ങളിൽ നിന്ന് മൊബിലൈസ് ചെയ്തു. 5 ലക്ഷമേ FCRA എടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. സാങ്കല്പികമാണ്. അങ്ങനെ ചെയ്താലും അതിനകത്ത് എന്തെങ്കിലും മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു പോയാൽ, മിസ് അപ്രോപ്രിയേഷനൊക്കെ വന്നാൽ 25 ലക്ഷം രൂപയുടെ കെട്ടിടവും എടുത്തുകൊണ്ട് പോകും. 5 ലക്ഷം രൂപയുടെ പെനാലിറ്റിയോ 5 ലക്ഷം രൂപയുടെ ലയബിലിറ്റി അല്ല, 25 ലക്ഷത്തിൻ്റെതും പോകും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനൊരു പ്രവർത്തന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് KCBC ഒക്കെ പറയുന്ന ആശങ്കകളിൽ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടണം. കേരള ഗവൺമെൻറ് സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടതാണ്. NGO പാർട്ട്ണർഷിപ്പ് വളരെ ഗൗരവമായി കേരള ഗവൺമെൻറ് ഇത് ആലോചിക്കണം. കാരണം നല്ല സന്നദ്ധ സംഘടനകളുണ്ട്, നല്ല മീൻസ് സെക്കുലർ ആയിട്ടുള്ളതുണ്ട്, ഈ സംഘടനകളുമായി ബന്ധപ്പെട്ടവരുണ്ട്. ആരായാലും അവർക്ക് വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. കേരളത്തിൽ വളരെ വലിയ തോതിലാണ് അവർക്ക് മാൻ പവർ ഉള്ളത്, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എക്സ്പെർട്ടൈസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് പ്രയോജനപ്പെടുത്തണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ജലനിധിയിൽ അത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്, പശ്ചിമോട്ട വികസന പരിപാടിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്, എയ്ഡ്സ് സെല്ലിൻ്റെ കാര്യത്തിൽ ഒരുപാട് സംഘടനകളും ഒരുപാട് പദ്ധതികളിലും കുടുംബശ്രീയുടെ കാര്യത്തിൽ വരുന്നു. ഒരുപാട് ദാരിദ്ര്യ നിർമ്മാർജ്ജന, ദീനദയാൽ ഉപാധ്യായയുടെ പിന്നെ ഈ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ്, ഒരുപാട് പ്രോഗ്രാംസിൽ NGOസിന് വലിയ സാധ്യത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവരെ ഡെവലപ്മെൻറ്റൽ ഏജൻസികളാക്കി കൂടി മനസ്സിലാക്കി അവരെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള കാരുണ്യ അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വലിയ റോൾ എടുക്കാൻ പറ്റും NGOസിന്. അവർക്ക് ആവശ്യമായ ട്രെയിനിങ് എല്ലാം കൊടുത്ത് അവരുടെയും കൂടെ സേവനം പ്രയോജനപ്പെടുത്തുന്ന അക്രഡിഷനൊക്കെ കൊടുത്തു പോകുന്ന ഒരു മഹത്തായ പരിപാടി കേരളത്തിൽ നടക്കട്ടെ. നാഷണൽ ലെവലിലുള്ള ഈ ആശങ്ക കൃത്യമായി ചർച്ച ചെയ്ത് ടേബിളിൻ്റെ ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് ആശങ്ക പരിഹരിക്കണം. എലിയെ പിടിക്കാൻ ഇല്ലം ചുടരുത്. കൃത്യമായി മതതീവ്രവാദത്തിനും മതപരിവർത്തനത്തിനും ആൻറ്റി നാഷണൽ കാര്യങ്ങൾക്കും മാൽ പ്രാക്ടീസും അഴിമതി നടത്തുകയാണെങ്കിൽ അത് പിടിക്കാൻ കർശനമായ നിയമം ആവശ്യം തന്നെയാണ്.